നമ്മളെയെല്ലാം സങ്കടക്കടലിൽ മുക്കിയ ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം ഞാൻ കടക്കുന്നത്. ഷിരൂരിൽ മണ്ണിടിച്ചിൽ മരിച്ച അർജുൻ്റെ മൃതദേഹവുമായി ആംബുലൻസ് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു. അർജുൻ്റെ സഹോദരൻ അഭിജിത്ത്, സഹോദരി ഭർത്താവ് ജിതിൻ തുടങ്ങിയവരൊക്കെ ഈ ആംബുലൻസിലുണ്ട്. യാത്രാമധ്യേ അപകടം നടന്ന ഗംഗാവലി പുഴയുടെ തീരത്ത് ആംബുലൻസ് 5 മിനിറ്റ് നേരം നിർത്തിയിട്ടു. മൃതദേഹം നാളെ രാവിലെയോടെ കണ്ണാടിക്കലിലെ വസതിയിൽ എത്തിക്കും. ഇപ്പോൾ ആംബുലൻസിനൊപ്പം സഞ്ചരിക്കുന്ന അരുൺ പൂപ്പറമ്പയും അതുപോലെ അർജുൻ്റെ വീട്ടിൽ ഇപ്പോൾ നമ്മുടെ പ്രതിനിധി മിഥില ബാലനുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ആംബുലൻസ് തത്സമയം യാത്ര ചെയ്യുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഒരുപക്ഷെ ഈ നാട്ടിലേക്കുള്ള അവസാന യാത്രയാണ് ഇത്. വണ്ടി ഓടിച്ച് കർണാടകത്തിലേക്ക് പോയ അർജുൻ മടങ്ങി വരികയാണ്. ചേതനയേറ്റ ശരീരമായി ഈ ആംബുലൻസിൽ അർജുനുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ നിങ്ങൾ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം അരുൺ പൂപ്പറമ്പ് ചേരുകയാണ്. അരുൺ, യഥാർത്ഥത്തിൽ വളരെ ഒരു സങ്കടക്കടലിലേക്കാണ് ഈ ആംബുലൻസ് വന്നിറങ്ങാൻ പോകുന്നത് എന്ന് നമുക്കറിയാം. കണ്ണാടിക്കൽ തീർച്ചയായിട്ടും വേദനാഭരിതമാകും. എത്രയോ ദിവസങ്ങളായി ഈ വഴിക്കണ്ണുമായി കാത്തിരുന്ന അമ്മയുടെയും സഹോദരിയുടെയൊക്കെ മുന്നിലേക്കാണ് ഈ ആംബുലൻസ് ഓടി വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കത് മനസ്സിലാകുന്നു. ആ വേദനയുടെ ആഴങ്ങളും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അർജുൻ. പറയൂ അരുൺ പൂപ്പറമ്പ. SKN ഒരുപക്ഷെ ഈ പാതയിലൂടെ, ഈ കടന്നു വരുന്ന പാതയിലൂടെ അർജുൻ ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ടാകാം. വളരെ പ്രതീക്ഷയുമായി ആ മകന് കളിപ്പാട്ടവുമായി, അല്ലെങ്കിൽ അത്തരത്തിൽ ലോറിയിൽ തന്നെ ഒരുപാട് തവണ യാത്ര ചെയ്ത ആ പാതയായിരിക്കാം ഇത്. ആ പാതയിലൂടെയാണ് ചേതനയേറ്റ ശരീരമായി അർജുൻ ഇപ്പോൾ കടന്നു പോകുന്നത്. അത് ഇപ്പോൾ SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. ഇതൊരു അന്ത്യയാത്രയാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചതല്ല ഇങ്ങനെയൊരു മടങ്ങി വരവ്. നമ്മൾ അർജുനെ ജീവനോടെ തിരികെ എത്തിക്കണമെന്ന് ആദ്യഘട്ടത്തിലൊക്കെ ആഗ്രഹിച്ചു. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതുണ്ടാവില്ല എന്ന് നമ്മൾ ഉൾക്കൊണ്ടു. അങ്ങനെ ജീവനോടെ അർജുൻ തിരിച്ചു വരില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി. പക്ഷെ നമ്മുടെ കൺമുന്നിൽ ആ യാഥാർത്ഥ്യം എത്തുമ്പോൾ അതൊരു പക്ഷേ വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. അർജുൻ്റെ ചേതനയേറ്റ ശരീരവുമായി ആ ആംബുലൻസ് ഈ പാതയിലൂടെ കടന്നു പോവുകയാണ്. കോഴിക്കോട് അർജുൻ്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് വൈകിട്ട് 6 മണിയോടെയാണ് കാർവാർ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം അർജുൻ്റെ കുടുംബത്തിന്, അതായത് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ, അതോടൊപ്പം തന്നെ അർജുൻ്റെ സഹോദരൻ അഭിജിത്ത് ഉൾപ്പെടെയുള്ളവരാണ് ആ മൃതദേഹം ഏറ്റുവാങ്ങിയത്. ആ ഘട്ടത്തിൽ ജിതിനും അതോടൊപ്പം അഭിജിത്തും വളരെ വിങ്ങലോടെയാണ് ആ മൃതദേഹം ഏറ്റുവാങ്ങിയത്. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അവരെ സംബന്ധിച്ച് അവർ ഈ അപകടമുണ്ടായ ആദ്യഘട്ടം മുതൽ ഷിരൂരിലുള്ളവരാണ്. ഈ തെരച്ചിലിൻ്റെ, ഈ ദൗത്യത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും അവർ കടന്നവരാണ്. അങ്ങനെ അർജുൻ്റെ ചേതനയേറ്റ ശരീരവുമായി അത് ഏറ്റുവാങ്ങി അവർ തിരികെ പോകുമ്പോൾ അവർക്ക് വിങ്ങിപ്പൊട്ടാനല്ലാതെ മറ്റെന്ത് ചെയ്യാനാകും എന്ന കാര്യമുണ്ട്. എന്തായാലും അർജുൻ യാത്രയാവുകയാണ്. അവസാനത്തെ യാത്ര ഇതാ ഇപ്പോൾ ഈ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. എന്തായാലും അതൊരു വളരെ വേദനിപ്പിക്കുന്ന, കേരളത്തിലെ ജനതയാകെ അർജുന് വേണ്ടി നിന്നത് നമ്മൾ കണ്ടതാണ്. അർജുൻ്റെ മടങ്ങി വരവിന് വേണ്ടി അവർ ആഗ്രഹിച്ചതാണ്. പക്ഷേ അതിങ്ങനെ ഒരു വേദന കാഴ്ചയായി, തീരാ നോവായി അർജുൻ ഇങ്ങനെ ഒരു അവസാന യാത്രയിലൂടെ കടന്നു പോകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അത് ഒരു ഘട്ടത്തിലും നമ്മളത് ആഗ്രഹിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ നിന്ന് 72 ദിവസത്തിന് ശേഷമാണ് അർജുനെ കണ്ടെത്തിയത്. അതിനുശേഷം അർജുൻ്റെ വാഹനം, അതായത് അർജുൻ്റെ ലോറി കരയിലേക്ക് എത്തിച്ച ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് ആ ക്യാബിനുള്ളിൽ അർജുൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കൾ, അത് അർജുൻ്റെ മകൻ്റെ കളിപ്പാട്ടം ഉൾപ്പെടെ അർജുൻ്റെ വസ്ത്രങ്ങൾ എല്ലാം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഗംഗാവലി പുഴയോരം ഒരു വേദന നിറഞ്ഞ ഒരു കാഴ്ച അവിടെ ഉണ്ടായിരുന്നു. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഷിരൂരിൽ നിന്ന്, കാർവാറിൽ നിന്ന് തിരിച്ച ആംബുലൻസാണ് കോഴിക്കോട് കണ്ണാടിക്കലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ജീവിതം മുഴുവൻ കണ്ട് കൊതി തീരാത്ത ഒരു ചെറുപ്പക്കാരൻ, അർജുൻ എന്ന ഈ ചെറുപ്പക്കാരൻ ചേതനയേറ്റ ശരീരമായി ഈ ആംബുലൻസിലുണ്ട്. ഒരുപക്ഷെ താൻ ഓടിച്ചു നടന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു മടങ്ങുകയാണ്. ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും ഇല്ലാത്ത ഒരു മടക്കയാത്ര. കണ്ണാടിക്കലിലെ ഈ വീടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ സ്ക്രീനിൻ്റെ വലതുഭാഗത്ത് കാണുന്നത്. അവിടെ ഒരു അമ്മയുണ്ട്. ഒരുപക്ഷെ ഈ മകൻ തിരിച്ചു വരുമെന്ന് ആദ്യ നാളുകൾ വിശ്വസിച്ചു പോയ ഒരമ്മ. അപ്പോൾ ഈ അമ്മയെക്കുറിച്ച്
ആലോചിക്കുമ്പോൾ നമുക്ക് ഈ അമ്മ ആദ്യം നമ്മോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ അമ്മ പ്രകടിപ്പിച്ചൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, എൻ്റെ മകൻ മടങ്ങി വരും. കുറച്ച് കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ അമ്മ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുകയായിരുന്നു. ഗംഗാവലി പുഴയുടെ അടിയിൽ എവിടെയോ ഒളിഞ്ഞു കിടക്കുകയായിരുന്ന അർജുൻ ഒരുപക്ഷെ ഒരിക്കലും കേട്ടുകഴിവില്ലാത്ത സമാനതകളില്ലാത്ത ഒരു രക്ഷാദൗത്യത്തിലൂടെ ഈ ലോറി കണ്ടുപിടിക്കുന്നു. ലോറിയുടെ ക്യാബിനിൽ മരിച്ചു കിടക്കുകയായിരുന്ന അർജുനെ കണ്ടെത്തുന്നു. അർജുൻ്റെ ഈ മടക്കയാത്ര ഇതും മലയാളി സമൂഹം കാണുന്നുണ്ടല്ലോ. ഒരുപക്ഷെ നമ്മൾ മലയാളികൾ ഈ അടുത്ത കാലത്ത്, ഈ കോവിഡ് കാലത്തൊക്കെ നമ്മൾ പ്രകടിപ്പിച്ച ഒരു ഐക്യവും സമാനതകളില്ലാത്ത ഒരു കൺസോൾട്ടേഷനും ഒക്കെ ഉണ്ടായി അർജുനെ കണ്ടുപിടിക്കണം എന്ന കാര്യത്തിൽ. ഈ ആംബുലൻസ് ഓടി വരുന്നത് ഒരു കണ്ണീർ പാടത്തേക്കാണ് എന്ന് ഞാൻ അറിയുന്നു. അർജുൻ്റെ കണ്ണാടിക്കലെ വീട്ടിൽ ഇപ്പോൾ മിഥില ബാലനുണ്ട്. മിഥില നമുക്കൊപ്പം ചേരുകയാണ്. മിഥില, തീർച്ചയായും എസ് കെ എൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കണ്ണീർ പാടത്തേക്ക് തന്നെയാണ് അർജുനുമായുള്ള ആംബുലൻസ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 8-നാണ് ഈ വീട്ടിൽ നിന്നും അർജുൻ പോയത്. പിന്നീട് നാളെയാണ് അർജുൻ ഇങ്ങോട്ട് തിരിച്ചെത്തുന്നത്. അർജുന് ഏറ്റവും പ്രിയപ്പെട്ട വീട്, ഏറ്റവും പ്രിയപ്പെട്ട ഇടം, ബന്ധുക്കൾ, അമ്മ, അച്ഛൻ, ഭാര്യ, സഹോദരിമാർ, അങ്ങനെ അർജുനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട ഇടം. ആ ഇടത്തേക്കാണ് അർജുൻ മടങ്ങി വരുന്നത്. അർജുന് അന്ത്യയാത്ര നൽകാൻ അർജുൻ്റെ നാട്, കണ്ണാടിക്കൽ നാടും ഒരു പ്രദേശവും കേരളക്കരയാകെ കഴിഞ്ഞ 72 ദിവസം എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുനു വേണ്ടിയുള്ള ആ തിരച്ചിലിൽ കേരളക്കര കാണിച്ച ഐക്യം, കർണാടക സർക്കാർ കാണിച്ച ഐക്യം, അതെല്ലാം നാളെ ഇങ്ങോട്ട് ഒരുപാട് പേർ ഇങ്ങോട്ട് ഈ വീട്ടിലേക്ക് നാളെ അർജുന് അന്ത്യയാത്ര നൽകാനായി എത്തും എന്ന് തന്നെയാണ് ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഇവിടെ നിന്നുള്ള കാഴ്ചയിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അല്പസമയം മുമ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എത്തിയിട്ടുണ്ടായിരുന്നു. MK രാഘവൻ MP എത്തിയിട്ടുണ്ടായിരുന്നു. നാളെ രാവിലെ പുലർച്ചെ 5 മണിക്കാണ് വടകര അഴിയൂർ, ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ വനം മന്ത്രി AK ശശീന്ദ്രൻ സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അർജുൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങും. അതിനുശേഷം അദ്ദേഹം ആ മൃതദേഹത്തെ അനുഗമിച്ചുകൊണ്ട് അർജുൻ്റെ കണ്ണാടിക്കലിലെ വീട്ടിലെത്തി ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. രാവിലെ 6 മണിയോടെയാണ് നിലവിലിപ്പോൾ പൂളാടിക്കുന്നിൽ വെച്ച് അർജുൻ്റെ ഭൗതികദേഹം അർജുൻ്റെ സഹപ്രവർത്തകർ, അതായത് ലോറി ഡ്രൈവർമാരും ലോറി തൊഴിലാളികളും ഏറ്റുവാങ്ങും. അതിനുശേഷം അവർ അവിടെ നിന്നും വിലാപയാത്രയായി കണ്ണാടിക്കലിലേക്ക് എത്തും. പൂളാടിക്കടവിൽ നിന്ന് കണ്ണാടിക്കൽ വരെ ലോറി ഡ്രൈവർമാരുടെ നേതൃത്വത്തിലായിരിക്കും വിലാപയാത്ര ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും ഈ ജനങ്ങളുടെ, അർജുൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ, കൂട്ടുകാരുടെ നേതൃത്വത്തിൽ ഉള്ള ഒരു വിലാപയാത്ര ഈ കണ്ണാടിക്കലിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ വീട്ടിലേക്ക് എത്തുക. തുറന്ന് ഇവിടെ പൊതുദർശനമാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. 1 മണിക്കൂർ സമയം പൊതുദർശനമാണ്. എന്നാൽ ഇവിടെ എത്തുന്ന എല്ലാവർക്കും അർജുനെ ഒരു നോക്ക് കാണാൻ ഉള്ള സജ്ജീകരണം ഇവിടെ നടത്തും എന്ന് തന്നെയാണ് ബന്ധുക്കളും സ്ഥലം കൗൺസിലറും എല്ലാം തന്നെ അറിയിച്ചിട്ടുള്ളത്. തുടർന്ന് 11 മണിയോടെയാണ് നിലവിലിപ്പോൾ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് ഏകദേശം 11 മണി എന്ന ഒരു തീരുമാനമാണ് നിലവിൽ എടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ അത് ആളുകൾ കൂടുതൽ ഇങ്ങോട്ട് എത്തുകയാണെങ്കിൽ, നമ്മൾ കണ്ടതാണ് അർജുൻ്റെ മൃതദേഹം ലഭിച്ച അന്നു മുതൽ ഇങ്ങോട്ട് അർജുൻ്റെ കുടുംബത്തെ, അമ്മയെയും അച്ഛനെയും സഹോദരിമാരെയും എല്ലാം ആശ്വസിക്കാൻ വേണ്ടി കേരളക്കരെ ഒന്നാകെ ഇങ്ങോട്ട് എത്തുന്ന കാഴ്ച. അങ്ങനെയെങ്കിൽ ആ ആളുകൾക്കെല്ലാം ഒരു നോക്ക് കാണുവാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ടാകും. അതിനുശേഷം നിലവിൽ വീടിനോട് ചേർന്ന് വീടിൻ്റെ പിന്നിലായിട്ടുള്ള സ്ഥലത്താണ് അർജുന് സംസ്കാര ചടങ്ങുകൾക്കായുള്ള സ്ഥലം ഒരുക്കിയിട്ടുള്ളത്. 11 മണിയോടെയാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം, വീട്ടിൽ ഒരുപാട് പേരുണ്ട്. അർജുൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും അങ്ങനെ ഒരുപാട് പേർ ഇവിടെ ഉണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം, എങ്ങനെയാണ് അർജുനെ നിങ്ങൾ ഓർമ്മിച്ചെടുക്കുന്നത്? അർജുനതാ കിഷോറെ ഒന്ന് പറഞ്ഞു. എങ്ങനെയാണ് നിങ്ങൾ അർജുനെ ഈ നിമിഷത്തിൽ ഓർത്തെടുക്കുന്നത്? അർജുന ഞങ്ങളുടെ ഞാനീ നാട്ടുകാരൻ തന്നെയാണ്. നമ്മളെ കൂടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നൊരു ആളുമാണ്. എല്ലാറ്റും നമ്മളോടൊപ്പം ഉണ്ടാകുന്ന ഒരാളാണ്. ഓർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നഷ്ടപ്പെട്ടതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വലിയൊരു ദുരന്തം തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇവിടെയുള്ള നാട്ടിലെ മൊത്തം ഒരു പ്രയാസം. കർണാടകത്തെ കാർവാറിൽ നിന്ന് ഓടി വരുന്ന ഒരു ആംബുലൻസ്, ആ ആംബുലൻസിൽ ഒരുപാട് ഓർമ്മകൾ നമ്മൾക്ക് സമ്മാനിച്ച് മടങ്ങിപ്പോവുകയാണ്. ഒരുപക്ഷെ ഈ മടക്കയാത്ര ഇനി ഒരിക്കലും നടത്താത്ത യാത്ര, താൻ സഞ്ചരിച്ച അതേ വഴികളിലൂടെ ഒരു മടക്കയാത്ര, ഒരുപക്ഷെ ഗംഗാവലി പുഴയുടെ അഗാധങ്ങളിൽ 72 ദിവസങ്ങളോളം കിടന്ന അർജുൻ്റെ ഈ മടക്കയാത്ര, ആ മടക്കയാത്ര ജീവിതത്തിൽ തനിച്ചായി എന്ന് തോന്നലുണ്ടാക്കുന്ന രീതിയിൽ
ഒരു ഭാര്യയുടെ കണ്ണുനീരിലേക്കാണ് ഈ വണ്ടി ഓടിച്ചെന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ചില പ്രേക്ഷകരെന്നെ ഓർമ്മിക്കുന്ന ആ ഭാര്യയുടെ കാര്യം തീർച്ചയായിട്ടും ആ കുട്ടിക്ക് സർക്കാർ ജോലി കൊടുത്തു. തീർച്ചയായിട്ടും അതൊക്കെ നല്ല കാര്യമാണ്. കുട്ടിക്ക് വാങ്ങിച്ച കളിപ്പാട്ടം, അതുപോലെ ഒരു ലോറിയുടെ കളിപ്പാട്ടം, ഇതൊക്കെ വണ്ടിയിൽ വാങ്ങി ക്യാബിനിൽ സൂക്ഷിച്ചിരുന്നു അർജുൻ. എപ്പോഴും കുടുംബത്തിൻ്റെ ഓർമ്മകളുമായിട്ട് സഞ്ചരിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു അർജുൻ. കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് ഈ ആംബുലൻസ് ഓടിയെത്തുമ്പോൾ ഒരുപാട് വേദനകൾ ആളുകളുമായിട്ട് പങ്കുവയ്ക്കും. നാട്ടുകാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു അർജുൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അരുൺ പൂപ്പറമ്പ, ഈ ആംബുലൻസിനെ അനുഗമിക്കുന്ന നമ്മുടെ പ്രതിനിധി അർജുൻ പൂപ്പറമ്പ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ ശരിക്കും അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം ചേർന്നു. അരുൺ, എനിക്കറിയാം വൈകുന്നേരം 6 മണിക്ക് തിരിച്ച വാഹനം ഈ ആംബുലൻസ് ആയതുകൊണ്ട് തന്നെ അതൊരു 4 മണിയൊക്കെ ആകുമ്പം കോഴിക്കോട് എത്താൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഒരു കണക്കൂട്ടൽ? ഈ പൊതുദർശനമൊക്കെ അവിടെ ഉണ്ട്, 1 മണിക്കൂർ മാത്രം ദൈർഘ്യമേ ഉണ്ടാകൂ എന്ന് മിഥില ബാലൻ പറയുന്നു. എന്നാൽ എല്ലാവർക്കും കാണാൻ അവസരമുണ്ടാകും എന്നും പറയുന്നു. നമുക്കറിയാം ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ മൃതദേഹമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സംസ്കാര ചടങ്ങുകൾ നടത്തി തീർക്കുകയായിരിക്കും ഏറ്റവും കരണീയമെന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ അർജുൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ മലയാളി സമൂഹം എപ്പോഴും ഈ മലയാളികൾ പറഞ്ഞ ഒരു സ്വപ്നമുണ്ട് നമ്മുടെ യൂട്യൂബിൽ. എവിടെയോ അർജുൻ പോയിട്ട് പെട്ടെന്നൊരു ദിവസം രാവിലെ അർജുൻ കയറി വരുമെന്ന് പറഞ്ഞ എത്രയോ പ്രേക്ഷകരുണ്ട്. അവരുടെയൊക്കെ സ്വപ്നങ്ങളിൽ തീമഴ പെയ്ച്ചുകൊണ്ട് ആ സംഭവം നമ്മളെ നടുക്കി വരികയായിരുന്നു. ഗംഗാവലി പുഴയ്ക്കടിയിൽ മരിച്ചു കിടക്കുന്ന അർജുൻ്റെ രംഗം. അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, പറയൂ. SKN 6 മണിയോടെയാണ് അർജുൻ്റെ ബന്ധുക്കൾ ഈ മൃതദേഹം കാർവാറിലെ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങിയത്. അതിനുശേഷം ഏറെ വൈകാതെ തന്നെ യാത്ര ആരംഭിച്ചു. രാവിലെ 6 മണിയോടെ കോഴിക്കോട് എത്തിച്ചേരുക എന്ന രീതിയിലാണ് നിലവിലിപ്പോൾ ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ ഏറെ വേഗത്തിലല്ല ആംബുലൻസ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ യാത്രാമധ്യേ കനത്ത മഴ പെയ്യുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂറോളമായി, ഷിരൂർ പിന്നിട്ടതിന് ശേഷം 1 മണിക്കൂറോളമായി കനത്ത മഴ ഈ യാത്രാമധ്യേ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും തുടരുകയാണ്. അങ്ങനെ ആംബുലൻസ് ഏറെ വേഗത്തിലല്ല പോകുന്നത്, അല്പം പതിയെയാണ് പോകുന്നത്. 6 മണിയോടെ കോഴിക്കോട് എത്തുക എന്ന രീതിയിലാണ് നിലവിലിപ്പോൾ ഈ സമയം ക്രമീകരിച്ചിട്ടുള്ളത്. കാർവാർ MLA സതീഷ് കൃഷ്ണസേൽ, അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം MLA AK അഷറഫ് ഉൾപ്പെടെയുള്ളവർ ഈ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. കർണാടക പോലീസ് പൂർണ്ണമായും കോഴിക്കോട് വീട്ടിലെത്തിക്കുന്നത് വരെ മൃതദേഹത്തെ അനുഗമിക്കും. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് ഈ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയത് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടമാണ്. കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 5 ലക്ഷം രൂപ സതീഷ് കൃഷ്ണസേൽ MLA അർജുൻ്റെ കുടുംബത്തിന്, അർജുൻ്റെ മാതാവിന് നേരിട്ട് അത് വീട്ടിലെത്തി കൈമാറും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും SKN ഈ അന്ത്യയാത്ര തുടരുകയാണ്.